34 സങ്കീർത്തനം. ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനത്തോടും സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയത് പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നവരെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ചുറ്റും പാറയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവിന്റെ നല്ലവരും അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവിടുത്തെ പറഞ്ഞവർക്കൊന്നും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികളിരകിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുകയും ദൈവത്തിൽ ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതമാഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദുഃഖായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നു. സമാധാനമന്വേഷിച്ച് അതിനെ പിന്തുടരും. കർത്താവേ നിരുമങ്ങളെ
സന്തോഷിക്കുന്നു, ആവിടുന്നവരുടെ വിലാപം ഭവിക്കുന്നു. ദുഷ്കർമ്മിയുടെ ഓർമ്മഭൂമിയിൽ നിന്നൊഴിച്ചിരിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. बोलो यीशु मसीह की जय बोलो. Come on, louder. Come on. यीशु बोलो प्रभु यीशु क्रिस्त की, हमारे मुक्तिदाता की, राज राजेश्वर की. Praise the Lord. Mighty. അപ്പോൾ നമ്മളുടെ ക്ലാസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇതുവരെ കേട്ട കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടായ പ്രത്യേക ഉൾക്കാഴ്ച ഒന്ന് പങ്കുവയ്ക്കാമോ അടുത്തിരിക്കുന്ന ആളോട്? ഇതൊക്കെ ചില ടെക്നിക്കുകളാണ്. പെട്ടെന്നൊന്ന് പറയും, അടുത്തിരിക്കുന്ന ആളോട് പറയൂ, എന്താണ് ഇതുവരെ കേട്ട ക്ലാസ്സിൽ, ഉച്ചയ്ക്ക് ശേഷം കേട്ട ക്ലാസ്സിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാശയം പറയും. അത് അവിടെ സംസാരിച്ചോ, വേഗം സംസാരിക്കാൻ കിട്ടിയ ചാൻസാണ്, കളയണ്ട. പറഞ്ഞു കഴിഞ്ഞോ? ആർക്കൊന്നും പറയാനില്ല. ഓക്കെ, കഴിഞ്ഞു അല്ലേ? എന്താ പറഞ്ഞത്? നീ ഇവിടെ വന്ന് പറയും. എന്താ നിങ്ങളോട് അടുത്ത ആള് പറഞ്ഞത്? നിങ്ങളുടെ സ്വകാര്യ മുറിയിൽ കേട്ടത് പുറമുകളിൽ ഒന്ന് പ്രഘോഷിക്കൂ. 2-3 പേരൊന്ന് ഓടി വന്ന് പറയൂ. അപ്പോഴും എനിക്കൊരു ഐഡിയ കിട്ടും എന്താ നമ്മളുടെ ഉള്ളിൽ മനസ്സിലായെന്ന്. ഇത്രയും ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടു. ഇതിൽ എന്ത് ആശയമാണ് നമ്മൾ ഏറ്റവും സ്പർശിച്ചത്? വേഗം വരൂ. ഇതെല്ലാം വചന പ്രഘോഷണത്തിനും കൂടിയുള്ള ട്രെയിനിങ് കൂടിയാണ് കേട്ടോ. ഇവിടെ വന്ന് 2 സെന്റൻസ് നിങ്ങൾ പറഞ്ഞാൽ അതോടെ, അല്ല നിങ്ങളെല്ലാം കഴിവുള്ളവരാണ്, എങ്കിലും ആ കഴിവ് മൾട്ടിപ്ലൈ ചെയ്യും. സമയമില്ല, ഓടി വരൂ. ഉണ്ടോ? ഇതോടെ കംപ്ലീറ്റ് അസ്തമിച്ചമായി. എവിടെ പോയി നിങ്ങളുടെ വീര്യവും വാശിയൊക്കെ? സിംഹക്കുട്ടികൾ ഈര കിട്ടാതെ എന്നൊക്കെ പാടിയിട്ട് ഇപ്പൊ ഇവിടെ 1-2 വാക്ക് പറയാൻ വന്നപ്പോ ആരുമില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, സമയം വേവിച്ചൻ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. അതിന്റെ ഒരു വചനം വാസ്തവത്തില് നമ്മുടെ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ തന്നെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകുമ്പോൾ നമുക്കൊരു വളർച്ച കിട്ടുന്നില്ല എന്നുള്ളൊരു ബോധ്യമാണ് ഞാൻ പങ്കുവച്ചത്. അതുപോലെ ലിജോ എന്നോട് പറഞ്ഞത് വലിയൊരു ജ്ഞാനം കിട്ടുമ്പോൾ വലിയ ആനന്ദ ഹൃദയത്തിൽ നിറയുന്ന ഒരു അനുഭവമാണ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വലിയൊരു ആനന്ദത്തിന്റെ അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവുകയാണ്. അതാണ് നമ്മൾ വലിയ ആനന്ദത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ലിജോ പങ്കുവച്ചത്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അടുത്ത ആൾ വരാം. ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങളും കൂടി ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യണം. സഹോദരിമാർ വരാം. യെസ്. അനു എൻ്റെ അടുത്ത് പറഞ്ഞത് ജ്ഞാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ബോധ്യമാണ്. ഞാൻ അനുവിനോട് പങ്കുവച്ചത് ഈശോ മരിച്ചപ്പോൾ തന്നെ ഉയർക്കാനുള്ള സോഫ്റ്റ്വെയർ ഉള്ളിൽ വെച്ചാണ് ഈശോ മരിച്ചത് എന്നുള്ള ഭാഗം ഒത്തിരി ഹൃദയത്തിൽ സ്പർശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആരോ വരാനുണ്ട്? ഇച്ചിരി പുറവശത്തുള്ള ആൾക്കാരൊക്കെ ആരെങ്കിലും വായോ? അവിടെ കേൾക്കുന്നുണ്ടാവില്ല അല്ലേ?
വരൂ കമോൺ. ബിനീഷ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു ബോധ്യമാണ്. എൻ്റെ തൊണ്ട ഇവിടെ ഫേമസാ, അതുകൊണ്ട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ബിനീഷ് സാർ പറഞ്ഞത് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് ഉദരത്തിന്റെ വിശപ്പിനെയല്ല, ആത്മാവിന്റെ വിശപ്പിനെയാണ്. അത് അദ്ദേഹത്തിന് ബോധ്യം ലഭിച്ചത് യെശയ്യാ പ്രവാചകൻ വചനം ഭക്ഷിക്കാനായിട്ട് പറയുന്ന വചനം, ആ വചനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ബോധ്യം അദ്ദേഹം വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറ് ബ്രദർ പറഞ്ഞതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ബോധ്യമായിട്ട് അദ്ദേഹം അതിനോട് പറയുകയും ചെയ്തു. രണ്ടാമതായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, മുമ്പ് എനിക്കുണ്ടായിരുന്ന ഒരു ബോധ്യത്തിനപ്പുറത്ത് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ബോധ്യം എന്ന് പറയുന്നത് കൃപ എന്നത് നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ളതാണെന്ന്. അപ്പൊ എൻ്റെ ഒരു ധാരണ, നമുക്ക് കൃപയുടെ അവകാശമാണ് നമുക്കുള്ളതെന്നും ഇത് നാം ചോദിച്ചു വാങ്ങേണ്ടതാണെന്നും 100% നമുക്ക് ലഭിച്ചിട്ടുള്ള ഒന്ന് അത് ഒരുപക്ഷെ കരഗതമാക്കുവാൻ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ മാത്രം എവിടെയോ ഒരു തടസ്സം മാത്രമാണ് നമുക്കുള്ളതെന്നും അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതുമുള്ള ആയിട്ടുള്ള വലിയൊരു ബോധ്യം, അത് എനിക്കൊരു പുതിയതായിരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു ശരിക്കൊന്നും കൈ അടിച്ചില്ലല്ലോ. ഇനിയും ആർക്കോ എന്തോ പറയാനുള്ള മാതിരി തോന്നുന്നു, പെട്ടെന്ന് വന്നാൽ. വരുന്നു. സാവി ചേട്ടനോട് പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവം ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ കുറച്ചും കൂടെ ദാനങ്ങളോ ഫലങ്ങളോ ഒക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു കൃപ. രണ്ടാമത്തെ കാര്യം, അൽഫോൺസാമ്മയുടെയും ജോൺ പോൾ മാർപ്പാപ്പയും ഒക്കെ ചെയ്തതുപോലെ മരണത്തിന് ശേഷവും ഈശോയ്ക്ക് സാക്ഷിയായിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് സാവി ചേട്ടനോട് പങ്കുവച്ചത്. ഞാൻ സാവി ചേട്ടനോട് പറഞ്ഞത്, ഉള്ളില് മാമോദീസയിലൂടെയും സ്ഥൈര്യലേഖനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അന്വേഷിച്ചിരുന്നത് പുറത്തായിരുന്നു. എൻ്റെ ഉള്ളിൽ അങ്ങനൊരു പലയിടത്തുനിന്നായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഉള്ളിലുള്ള ഈശോയെയും ഈശോയുടെ സാന്നിധ്യത്തെയും അത്രയ്ക്കൊരു ബോധ്യമില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിലൂടെ കുദാശയുടെ വഴി സ്വീകരിച്ച ഈശോ ഉണ്ടെന്നുള്ളൊരു ബോധ്യം കൂടെ ലഭിച്ചു. വെരി ഗുഡ്, താങ്ക് യു. ഇനി ആരെങ്കിലും, ആരോ ഒരാളും കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. ഒരാൾ കൂടി, വൺ മോർ പേഴ്സൺ. One more person. ധൈര്യമായിട്ട് പൊങ്ങ്. എവിടെ? ദേവൻ. അങ്ങകലേന്ന് വന്നു. എനിക്കൊരു കാര്യം സംശയമാണ്. അത് കൃപ എന്ന് പറയുന്നത് തമ്പുരാൻ മുൻകൂട്ടി അവിടുന്ന് തന്നെ താല്പര്യപ്പെട്ട് നമുക്ക് തരുന്നു. അത് എപ്പോഴും ഒരു മനുഷ്യന്റെ വളർച്ചയനുസരിച്ച് അല്ലെങ്കിൽ അവന്റെ വയസ്സനുസരിച്ച് ഒരുപോലെ ആയിരിക്കുമോ? അതോ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് വേണ്ടി മാത്രം അതാത് കാലഘട്ടത്തിനും അതാത് വയസ്സിനും അതാത് പ്രവൃത്തിക്കുമനുസരിച്ച് ദൈവം മുൻകൂട്ടി തരുന്ന ഒരു ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരിക്കുമോ? ഇതാണ് എനിക്കറിയാം. നല്ല ചോദ്യം. ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൃപയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞത്. അതൊന്നും എല്ലാവരും പറഞ്ഞ് മറന്നുപോയോ? എന്താണ് കൃപയുടെ ഡെഫിനിഷൻ? കൈ പൊക്കുക, വലതുകരം ഉയർത്തുക, ഇടതുകരം ഇനി പറയുക, ഉച്ചത്തിൽ പറയുക. ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ടോണി അല്ലേ, ടോണി
ടോമി പറഞ്ഞത് നമ്മൾ സാധാരണ ഒരു മാനുഷിക ചിന്താഗതിയാണ്. നമ്മൾ കൃപയില്ലാണ്ട് നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ വചനം പ്രഘോഷിക്കണമെങ്കിൽ കൃപ വേണം, കൗൺസിലിങ്ങിന് കൃപ വേണം, ക്യാമറ പിടിക്കണമെങ്കിൽ കൃപ വേണം, ഓരോന്നിനും ഒരു കൃപ വേണം. അത്തരത്തിലുള്ള കൃപയുടെ സ്രോതസ്സിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്രോതസ്. അപ്പോ ദൈവിക ജീവനെ നമ്മളിലേക്ക് തരുമ്പോ, ദൈവിക ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ആണ്. ദൈവിക ജീവൻ എന്താണ്? ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റിൽ നിന്ന് ഒരംശം കിട്ടിയാലും അത് എത്ര കിട്ടും? അത് എത്രയാ? ഇൻഫിനിറ്റ്. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. അപ്പൊ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ഇൻഫിനിറ്റ് ആണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷേ ആ ഇൻഫിനിറ്റ് ഇപ്പൊ നമ്മൾ വിവാഹ ജീവിതത്തിനൊക്കെയുള്ള കൃപ മാമോദീസയിൽ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത്? നമ്മൾ ആ പ്രായം എത്തുമ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്. അങ്ങനെ ഒരു ഫിനോമിന ഉണ്ട്. നമ്മൾ വചനപ്രഘോഷണത്തിനുള്ള കൃപ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ആ വചനപ്രഘോഷണത്തിന് നമ്മൾ തയ്യാറാവുമ്പോ സമയമാവുമ്പോഴായിരിക്കും. പക്ഷെ കൃപ നമ്മളിലേക്ക് വന്നിരിക്കുന്നത് ഇൻഫിനിറ്റ് ആണ്. ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. കാരണം എന്തുകൊണ്ടാ? അത് ദൈവിക ജീവനാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ, ഇത് വിശ്വസിച്ചാലേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കുമോ, എനിക്ക് ഇച്ചിരി കൃപ കിട്ടി, ആ കൃപ ഞാൻ പ്രവർത്തിക്കണം. നമുക്ക് ഇച്ചിരി അല്ല കിട്ടിയിരിക്കുന്നത്, നമുക്ക് എന്താ പറയാ, ഇൻഎക്സോസ്റ്റബിൾ സോഴ്സ്. ഇതാണ് ഇൻഎക്സോസ്റ്റബിൾ. ഒരിക്കലും അസ്തമിക്കാത്ത, നിലയ്ക്കാത്ത ദൈവത്തിന്റെ ആ കൃപ മുഴുവൻ നമുക്ക് തന്നിരിക്കുന്നു. പക്ഷെ നമ്മളിത് അറിയാത്തത് കൊണ്ട്, ദൈവത്തിന്റെ ജ്ഞാനമനുസരിച്ച് അത് കാണാത്തത് കൊണ്ട്, കറക്റ്റ്. ഇതാണ് എഫെസോസ് 1:8 പറയുന്നത്. ഈ കൃപ തുറന്നിരിക്കുന്നു ഇവിടെ. ഈ കൃപ ആകട്ടെ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, ഈ കൃപയാകട്ടെ നമ്മിൽ അവിടുന്ന് തന്റെ ജ്ഞാനത്തിലും വിവേകത്തിലും സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ കൃപ എങ്ങനെ ഉണ്ടായി? അതൊരു നല്ല ചോദ്യ. കൃപ ഇപ്പൊ നമുക്ക് ഈ സംശയം ഉണ്ടാവുന്നത് കൃപ എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളത് അറിയാത്തതുകൊണ്ടാ. കൃപ എങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 16-17 പറയുന്നുണ്ട്. 16 പറയുന്നത് എന്താണ്? അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം മോശ വഴി വന്നു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി. പഴയ നിയമത്തിൽ എന്നോട് കൃപയുണ്ടാകണമെന്ന് അവർ പാടി, എങ്കിലും ഒരുപക്ഷെ ആ കൃപയുടെ ഒരു മുന്നാസ്വാദനം അവർക്ക് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ എപ്പോഴാണ് കൃപ പൂർണ്ണമായി വന്നത്? യേശുവിന്റെ പീഡാസഹനവും മരണവും ഉയർപ്പും കഴിഞ്ഞതിന് ശേഷം യേശു തന്നെയാണ് കൃപ. അതുകൊണ്ടാണ് മിശിഹാ കർത്താവിൻ കൃപയും യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും. അപ്പോൾ കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് ലഭിക്കുന്നത് യേശുവിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ക്രിസ്റ്റോസെൻട്രിക് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃതമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നമ്മുടെ ജീവിതം എന്തായി മാറിയിരിക്കുന്നു? ക്രിസ്തു, കൃപയുടെ ജീവിതമാണ്. പക്ഷെ ഈ കൃപ എവിടെ നിന്നുണ്ടായി? ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന് വേണ്ടി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ജ്ഞാനത്തിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാം. നമ്മളിപ്പോ മനസ്സിലാക്കി അന്യരിൽ നന്മ കാണാൻ, സന്തോഷിക്കുവാൻ, ഈ വെളിച്ചം കൃപയാണ്, അല്ല, ഈ വെളിച്ചം ജ്ഞാനമാണ്. അപ്പൊ ഈ ജ്ഞാനം നമ്മളിൽ ജ്ഞാനസ്നാനത്തിലൂടെ തന്നിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതാവഹമായ ഒരു പ്രവർത്തനം കാണാം.
ജ്ഞാനത്തിന്റെ പ്രത്യേക ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവരിൽ എന്തെല്ലാം തിന്മയുണ്ടായാലും അത് വിട്, അവിടെ ഒളിഞ്ഞു കിടക്കുന്ന നന്മ ആദ്യം കാണുക. ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഹോംവർക്ക് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ പോകുന്നവര് നിങ്ങളുടെ ജീവിത പങ്കാളിയോട് 5 പോയിന്റ് നിങ്ങൾ പറയണം. എന്നിട്ട് നാളെ വന്നിട്ട് ധൈര്യപൂർവ്വം ആരെങ്കിലും ഒന്ന് സാക്ഷ്യപ്പെടുത്തണം എന്തുണ്ടായി എന്നുള്ളത്. ഇത് വലിയ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ജ്ഞാനത്തിന്റെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ. അപ്പൊ ഈ ദൈവിക ജ്ഞാനത്തിന് മാത്രമേ മറ്റുള്ളവരിലുള്ള നന്മ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പിന്നെ പറയാന്ന് വിചാരിച്ചിങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ചാടി വരികയാണ്. പറയട്ടെ, പറയാല്ലേ? പക്ഷെ അതിന്റെ വിശദീകരണം നാളെ ഇനി കുമ്പസാരത്തിന് മുമ്പൊക്കെ നടക്കാനുള്ളതാണ്. ഇപ്പൊ ഇതിനെ മനസ്സിലാക്കേണ്ടത് ഈ അന്യരിൽ നന്മ കാണുക എന്നതിന്റെ ഒരു ഓപ്പോസിറ്റ് എന്താ? അന്യരിൽ തിന്മ കാണുക. ഇതാണ് ഫരിസേയർ ചെയ്തിരുന്നത്. അതിനാണ് ഫാരിസി നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഫരിസേയരുടെ ശിഷ്യന്മാരും യേശുവിന്റെ ശിഷ്യന്മാരും നമ്മളൊന്ന് പഠിച്ചില്ലേ? 3 തരത്തിലുള്ള ശിഷ്യന്മാര്. ഫരിസേയരുടെ ശിഷ്യന്മാര്, യോഹന്നാൻ മൗണ്ടാനയുടെ ശിഷ്യന്മാര്, യേശുവിന്റെ ശിഷ്യന്മാര്. ഫരിസേയരുടെ പ്രവൃത്തി എന്താണ്? എല്ലാവരിലും എന്താണ് അവർ തിന്മ ചെയ്യണമെന്ന് നോക്കി നടക്കുക, എന്നിട്ട് അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ ഉടനെ 4 ആളോട് പറയണം, അവരെ പരസ്യമായിട്ട് അവഹേളിക്കണം. സോറി, ഞാനിത് പറയാൻ ഇഷ്ടമില്ല എങ്കിലും ഇതാണ് ഫാരിസി നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ യേശു ഈ ഫരിസേയരോട് ഭയങ്കര ചില സമയത്ത് ദേഷ്യപ്പെട്ടമാര് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. ഈശോ മറ്റുള്ളവരിലെ നന്മ മാത്രമേ കാണുന്നുള്ളൂ. ടോക്ക് മാറിപ്പോണമാതിരി ഞാനും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് നമുക്ക് 1 കൊരിന്ത്യസ് 2. പക്ഷെ ഇതൊന്ന് ആശയം മനസ്സിലാക്കണം നല്ലതാണ്. ഏശയ്യായിൽ 42 കർത്താവിന്റെ ദാസൻ 1 എന്ന ആ പോയം, ആ കാവ്യത്തിൽ 42, 18, 19 ഒന്ന് വായിച്ചേ. 42, 18, 19 കർത്താവിന്റെ ദാസനായ യേശുവിനെ കുറിച്ചുള്ള പ്രവചനഗീതമാണത്. എന്താണ് അവിടെ പറയുന്നത്? അന്ധരെ കേൾക്കുവാൻ, അന്ധരെ